ഇന്ത്യക്കാരനായ ഓരോ പൗരന്റെയും രക്തം തിളയ്ക്കുന്ന അഭിമാനം വാനോളം ഉയരുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കും അതിനൊപ്പം അതിർത്തിക്കപ്പുറത്ത് ഇന്ത്യക്കെതിരെ ചതിക്കുഴികൾ നോക്കുന്ന പാകിസ്ഥാന്റെ അഹങ്കാരത്തിന്മേൽ നമ്മുടെ രാജ്യം അടിച്ച കനത്ത പ്രഹരങ്ങളെക്കുറിച്ചും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. സ്വന്തം കരുത്തിൽ യുദ്ധം ജയിക്കാൻ ത്രാണിയില്ലാതെ മറ്റു രാജ്യങ്ങളിലെ ഒത്താശയോടെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് നോക്കാൻ വരുന്നവർക്ക് ഭാരതത്തിന്റെ മണ്ണിൽ കയറി തന്നെ മറുപടി നൽകാൻ ഇന്നത്തെ ഇന്ത്യക്ക് നന്നായി അറിയാം. അതെ, ഇന്ത്യക്കെതിരെ തിരിയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത പാകിസ്ഥാന്റെ നിലപാടുകൾക്ക് കനത്ത തിരിച്ചടിയാണ് പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ചരിത്രത്തിന്റെ ഏത് താളുകൾ എടുത്തു നോക്കിയാലും ഇന്ത്യയെ തകർക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും അവർ കളഞ്ഞു കുളിച്ചിട്ടില്ല. നേരിട്ടുള്ള യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും ഇന്ത്യയുടെ മണ്ണിലേക്ക് ഭീകരതയെ പടർത്തിവിടാനാണ് പാക് ഭരണകൂടവും അവിടുത്തെ സൈന്യവും ശ്രമിക്കുന്നത്. എന്നാൽ ഒന്ന് മാത്രം അവർ ഓർത്തില്ല, ഇത് പഴയ ഇന്ത്യ അല്ല. ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രസ്താവനകളിൽ മാത്രം പ്രതിഷേധം ഒതുക്കുന്ന ഒരു ദുർബല രാജ്യമല്ല ഇന്നത്തെ ഇന്ത്യ. ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. ശത്രുവിന്റെ നെഞ്ചിലേക്ക് ബ്രഹ്മോസ് മിസൈൽ ഉന്നം പിടിക്കാൻ മടിക്കാത്ത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇന്ത്യയാണ്. അതിർത്തി കടന്നു വന്ന് കൊഞ്ഞനം കുത്താൻ നോക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് ഇന്ത്യ എങ്ങനെയൊക്കെയാണ് പ്രതികരിച്ചത്? ഇനി എന്തൊക്കെ കടുത്ത നടപടികളാണ് രാജ്യം സ്വീകരിക്കാൻ പോകുന്നത്? ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാനെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എങ്ങനെയാണ് വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നത്? നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ ഇന്ന് വരെ ഇന്ത്യയോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പാകിസ്ഥാൻ പഠിച്ചിട്ടില്ല. 1948-ലും 65-ലും 71-ലും ഒടുവിൽ കാർഗിലിലും ഭാരത സൈന്യത്തിന്റെ ബൂട്ടിന്റെ ചൂടറിഞ്ഞിട്ടും അവർ പാഠം പഠിക്കുന്നില്ല എന്നതാണ് അത്ഭുതം. സ്വന്തമായി യുദ്ധം ചെയ്യാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചൈനയുടെ കാല് പിടിച്ച് അവരുടെ ഒത്താശയോടെ ഇന്ത്യയെ തകർക്കാൻ നോക്കുകയാണ് ഈ പാക് ഭരണകൂടം. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും മണ്ണും ചൈനയ്ക്ക് പണയം വെച്ചിട്ടാണെങ്കിലും ഇന്ത്യക്ക് നേരെ തിരിയാൻ അവർക്ക് കടുത്ത ആഗ്രഹമാണ്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ നെഞ്ചിലേൽപ്പിച്ച മുറിവ് അത്ര ചെറുതല്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ കനത്ത പ്രഹരമേറ്റ് വാ പൊളിഞ്ഞു പോയ പാകിസ്ഥാൻ ആ തകർച്ചയുടെയും നാണക്കേടിന്റെയും പകരം വീട്ടാൻ കാത്തു നിൽക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് കൂപ്പുകൂട്ടി അങ്ങോട്ട് ആയുധപ്പുരകൾ നിറയ്ക്കുകയാണെന്നാണ്. ജനങ്ങൾ പട്ടിണിയിടുന്നാലും വിദേശ കടം വാങ്ങി മുടിഞ്ഞിരിക്കുമ്പോഴും പണപ്പെരുപ്പും വാനോളം ഉയരുമ്പോഴും അയൽക്കാരനെ ആക്രമിക്കാൻ തോക്കുകൾ വാങ്ങിക്കൂട്ടുന്ന ഈ നടപടിയേക്കാൾ വലിയ എന്ത് വിഡ്ഢിത്തമാണുള്ളത് സുഹൃത്തുക്കളെ? ഇത്രയും വകയില്ലാത്തവർ എന്തിനാണ് ഈ മിസൈലുകളും വാങ്ങുന്നത് എന്ന ചോദ്യത്തിന് പാക് പ്രധാനമന്ത്രിക്കോ അവിടുത്തെ സൈന്യത്തിനോ മറുപടിയില്ല. എന്നാൽ പാകിസ്ഥാൻ ആയുധപ്പുരകൾ നിറയ്ക്കുമ്പോൾ ഇന്ത്യ ഇവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും ഭീരുത്വം നിറഞ്ഞ വിചാരം മാത്രമായിരിക്കും. പാകിസ്ഥാനെ പോലെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി ചെന്ന് അവരുടെ കാല് പിടിച്ചിട്ടല്ല ഇന്ത്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഭാരതത്തിന്റെ കരുത്ത് നമ്മുടെ സൈന്യത്തിന്റെ സിരകളിലെ ചോരയാണ്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ BJP സംഘടിപ്പിച്ച പരിപാടിയിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രസംഗിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിലിരിപ്പ് നന്നായി അറിയാവുന്ന ഒരു ഭരണാധികാരിയുടെ സിംഹഗർജനമാണ് രാജ്യം കേട്ടത്. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഭാഷ മനസ്സിലാകാത്തവരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഒരൊറ്റ ഓപ്പറേഷനിലൂടെ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ എടുത്ത നിലപാട് പാകിസ്ഥാന്റെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളു പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു, കണ്ണുനീർ വറ്റിപ്പോയവർ ഞങ്ങളിൽ നിന്ന് വെള്ളം പ്രതീക്ഷിക്കരുത് എന്ന്. ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, മനുഷ്യരാശിയുടെ ശത്രുക്കൾക്ക് സിന്ധു നദിയിലെ വെള്ളം കുടിക്കാൻ നൽകില്ലെന്ന് NDA സർക്കാർ പറയുമ്പോൾ അത് കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് പാകിസ്ഥാന്റെ ജീവനാടി അറുക്കാനുള്ള ഇന്ത്യയുടെ നട്ടലുള്ള തീരുമാനമാണ്. ഇന്ത്യക്കെതിരെ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ വെള്ളം മാത്രമല്ല, അങ്ങോട്ടേക്കുള്ള ധാന്യ വിതരണവും കൂടി പൂർണ്ണമായി നിർത്തലാക്കുമെന്ന കടുത്ത നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. സിന്ധു നദീജല കരാർ പോലും താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്താൻ മോദി സർക്കാരിനറിയാം. പാകിസ്ഥാൻ വിറയ്ക്കുന്നത് ഇവിടെയാണ്. തോക്കുകൾ വാങ്ങാൻ പണമുണ്ടെങ്കിലും കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും ഇന്ത്യ തരണമെന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പ് ഇനി നടക്കില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെയും നമ്മുടെ സൈനികരുടെ ധീരതയും ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാക്കളെയും രാജ്നാഥ് സിംഗ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തെ വിശ്വസിക്കാത്തവർക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്നും അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന ഒരു വിശ്വബന്ധുവായി, അതായത് ലോകത്തിന്റെ വിശ്വസ്ത സുഹൃത്തായി ഉയർന്നു നിൽക്കും
നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകരതയുടെ അന്താരാഷ്ട്ര തലസ്ഥാനമായി നാണം കെട്ട് നിൽക്കുകയാണെന്നതാണ് ലോകം അംഗീകരിച്ച സത്യം. COVID-19 മഹാമാരിയുടെ സമയത്ത് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾക്ക് ഇന്ത്യ സഹായം നൽകിയിട്ടുണ്ട്. ആ വിശ്വസ്തതയാണ് ഇന്ത്യയെ ലോകത്തിന്റെ സുഹൃത്താക്കി മാറ്റിയത്. എന്നാൽ ഇന്ത്യയുടെ ശത്രുക്കൾ ഒരു കാര്യം മറന്നുപോയി. ഇന്ത്യയുടെ കയ്യിൽ ലോകത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള വാക്സിനുകൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് ശത്രുവിന്റെ നെഞ്ചു പിളർക്കാൻ കെൽപ്പുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസും ഇന്ത്യയുടെ പക്കലുണ്ട്. തോക്കുകൾക്കും മിസൈലുകൾക്കുമായി മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ കുതിപ്പാണ്. മുൻപ് പ്രതിരോധ ബജറ്റ് വിഹിതം വെറും 2.5 ലക്ഷം കോടിയായിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് മോദി സർക്കാർ അത് 8 ലക്ഷം കോടി രൂപയായി ഉയർത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം 1.5 ലക്ഷം കോടി രൂപ കടന്നു കഴിഞ്ഞു. വെറും ഒരു മാസത്തിനുള്ളിൽ ഇത് 1.7 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്. ഇന്ത്യ എന്ന വെറുമൊരു ഇറക്കുമതി രാജ്യമല്ല, മറിച്ച് അമേരിക്കയും റഷ്യയും അടക്കമുള്ള വൻ ശക്തികൾ നോക്കി നിൽക്കെ ലോകത്തിലെ 100ഓളം രാജ്യങ്ങളിലേക്ക് അത്യാധുനിക പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്ന വൻ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നമ്മുടെ പ്രതിരോധ കയറ്റുമതി മാത്രം 39,000 കോടി രൂപയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ ആകെ കയറ്റുമതി $2 ട്രില്യൺ ആകുമെന്നാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഈ സാമ്പത്തിക ശക്തിയോടും സൈനിക കരുത്തോടുമാണ് അങ്ങേയപ്പുറത്തിരുന്ന് പാകിസ്ഥാൻ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് കൂപ്പുകൂട്ടുന്നത്. എത്ര വലിയ തമാശയാണിത്! അതുകൊണ്ട് പാക് ഭരണാധികാരികളോടും അവിടുത്തെ സൈന്യത്തോടും ഒന്ന് മാത്രമായിരിക്കും ഇന്ത്യക്ക് പറയാനുള്ളത്. ഇന്ത്യക്ക് നേരെ തോക്ക് ചൂണ്ടാൻ വരുന്നതിന് മുമ്പ് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ വഴി നോക്കുന്നതായിരിക്കും നല്ലത്. പാകിസ്ഥാൻ ഇനിയും ഇന്ത്യക്ക് നേരെ തിരിയാനാണ് ഭാവമെങ്കിൽ, ഭീകരതയെ ഇനിയും പ്രോത്സാഹിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അവർക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില നൽകേണ്ടി വരും. സിന്ധു നദിയിലെ വെള്ളം കുടിച്ച് ഇന്ത്യയുടെ ധാന്യം കഴിച്ച് ചൈനയുടെ തോളിൽ കൈയിട്ട് വന്ന് ഇന്ത്യയെ തന്നെ ആക്രമിക്കാം എന്ന് വിചാരിച്ചാൽ അതിന് ഇവിടുത്തെ ഭരണാധികാരികൾ സമ്മതിക്കില്ല. ഇന്ന് ഇന്ത്യയിലുള്ളത് നല്ല ശക്തമായ ഭരണകൂടമാണ്. ആയുധപ്പുരകൾ നിറയ്ക്കുന്ന അസീം മുനീറും പാക് ഭരണകൂടവും ഒന്ന് മാത്രം ഓർക്കുക, ഇത് ഭയന്ന് പിന്മാറുന്ന പഴയ ഇന്ത്യയല്ല, നെഞ്ചുവിരിച്ച് നേരിടുന്ന പുതിയ ഭാരതമാണ്. ശത്രുവിന്റെ മണ്ണിൽ കയറി അടിക്കാൻ മടിക്കാത്ത നരേന്ദ്രമോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും ഇന്ത്യയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കഥ ഇവിടെയൊന്നും തീരുന്നില്ല. നമ്മൾ വെറും സൈനിക ശക്തിയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ ആലോചിക്കേണ്ടത്. ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെതിരെ പ്രയോഗിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ മൾട്ടി ഡൈമെൻഷണൽ അറ്റാക്ക് അഥവാ ബഹുമുഖ ആക്രമണമാണ്. മുൻപൊക്കെ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ ചെന്ന് ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഇത് കാശ്മീരിലെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് എളുപ്പത്തിൽ കൈകഴുകുമായിരുന്നു. എന്നാൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയം പാകിസ്ഥാന്റെ ആ തന്ത്രം പാടെ പൊളിച്ചടുക്കി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എന്തിനേറെ പറയുന്നു, പാകിസ്ഥാന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന അറബ് രാജ്യങ്ങൾ പോലും ഇന്ന് ഭീകരതയുടെ കാര്യത്തിൽ പാകിസ്ഥാനെ കൈവിട്ടിരിക്കുകയാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായി യാതൊരുവിധ സാമ്പത്തിക സഹകരണത്തിനും തങ്ങളില്ലെന്ന് ലോകരാജ്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ കാര്യങ്ങളെ എത്തിച്ചു. രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ ഇന്ത്യ ഇന്ന് വിശ്വബന്ധുവാണ്. ലോകത്തിലെ മുഴുവൻ വാക്സിനും മരുന്നും ആഹാരവും നൽകി സഹായിക്കുന്ന വിശ്വസ്തനായ സുഹൃത്ത്. അങ്ങനെയുള്ള ഇന്ത്യയോട് കളിക്കാൻ നിന്നാൽ ലോകം മുഴുവൻ തങ്ങളെ ഒറ്റപ്പെടുത്തുമെന്ന് പാക് ഭരണകൂടത്തിന് ഇപ്പോൾ നന്നായി അറിയാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.